അങ്ങനെ ആണ് ജിമ്മില് ചെയ്യുന്നത്. പൊക്കം കുറഞ്ഞവർക്ക് ജിമ്മിൽ പോകാൻ പാടില്ല എന്നൊക്കെ ചിലപ്പോ നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ പറയുമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല. അതിനുശേഷം ഉണ്ടാകുന്ന എന്ത് പ്രശ്നമാണേലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലോകത്തിനൊരു മോട്ടിവേഷൻ കൊടുക്കാൻ തീരുമാനിച്ച് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ച് ആ ഒരു കാര്യത്തിലൂടെയൊക്കെ കടന്നു പോകാൻ തയ്യാറായി. അപ്പോ കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ കുഞ്ഞു കുട്ടികളായ കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ കിടപ്പുണ്ട് അല്ലെ? ആ കഴിവുകളെ നാളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കഴിവുകള് പ്രകടിപ്പിക്കുവാൻ കിട്ടുന്ന മത്സര വേദികൾ ജീവിതത്തിൽ ഉടനീളമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത്തരം മത്സര വേദികളിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കാണിക്കണം. കഴിവുകൾ കാണിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും നിങ്ങൾ വളരെ വേറെ പ്രയോജനപ്പെടുത്തി വേണം മുന്നോട്ട് കടന്നു പോകാനായിട്ട്. ചേട്ടൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തോന്നിയാക്ഷരങ്ങൾ എന്ന പേരിട്ടിരിക്കുന്ന ഒരു ബുക്കാണ് ചേട്ടൻ എഴുതിയിരിക്കുന്നത്. ആ ബുക്ക് എഴുതാനുണ്ടായ ഒരു കാരണം, അതായത് ഈ അനുഭവങ്ങളൊക്കെയും ചേട്ടൻ പറഞ്ഞില്ലേ, ഇത്രയും നാളത്തെ ചേട്ടൻ ഇത്രയും സമയം പറഞ്ഞ കഥകള് അല്ലെങ്കിൽ അനുഭവങ്ങൾ പറഞ്ഞതിനകത്ത് ചേട്ടൻ ആ പുസ്തകം എഴുതിയതിന്റെ ഒരു പ്രധാന കാരണം ഈ അനുഭവങ്ങൾ, ചേട്ടന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിനകത്ത് ഇരിക്കാതെ വന്നപ്പോൾ ഒരു വെള്ളക്കടലാസിലേക്ക് കുറിച്ചു വെച്ച് ചേട്ടൻ 600 പേപ്പറുകളാണ് എഴുതി പൂർത്തിയാക്കിയത്. ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ. നിങ്ങളിൽ എത്ര പേര് ഡയറി എഴുതണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇന്ന് തന്നെ ആ ഒരു ശീലം കൊണ്ടുവരണം. അച്ഛനോടും അമ്മയോടും പറയണം, എനിക്ക് ഒരു ഡയറി വാങ്ങിച്ചു തരണം. എന്നിട്ട് ഓരോ ദിവസവും രാവിലെ സ്കൂളിലേക്ക്, അതായത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തിരിച്ചു വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായി എഴുതണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓരോന്നായിട്ട് ഓർത്ത് എല്ലാ ദിവസത്തെ കാര്യങ്ങളും ഒന്ന് എഴുതണം. എന്നിട്ട് ഇതെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും ഇത് വായിക്കാൻ കൊടുക്കണം. അവർ രണ്ടുപേരുടെയും അവർ വായിച്ച് കഴിയുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ആ ഒരു ഇത് വായിച്ചു കഴിയുമ്പോൾ, അച്ഛാ എനിക്കിതൊന്ന് പുസ്തകമാക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയണം. തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അതിന് കഴിയും. കാരണം നിങ്ങൾ അനുഭവിച്ച, അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയ, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും എഴുതിയാൽ തന്നെ അത് മറ്റൊരാൾക്ക് വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും. ഒരുപാട് നല്ല കാര്യങ്ങളും എഴുതണം, അതിനകത്തുണ്ടായ തമാശകൾ എഴുതണം, അനുഭവങ്ങൾ എഴുതണം. നിങ്ങളൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കടയിലുണ്ടായ സംഭവങ്ങൾ എഴുതണം, ബസ് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എഴുതണം, സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലുണ്ടായ സംഭവങ്ങൾ എഴുതണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പൂർത്തിയാക്കിയാൽ, വിപിൻ ചേട്ടൻ എഴുതിയ പോലെ ഒരു തോന്നിയാക്ഷരങ്ങൾ എന്ന് പേരിട്ട ഒരു പുസ്തകം വിപിൻ ചേട്ടൻ എഴുതിയത്. ആ പുസ്തകം അനുഭവം ഓർമ്മ എന്ന പേരിലാണ് ലോകത്തിന് ഞാൻ പരിചയപ്പെടുത്തിയത്. അത് ചേട്ടന്റെ ഉള്ളിൽ ഉണ്ടായ വിഷമങ്ങളും സന്തോഷങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ചേർത്താണ് ചേട്ടൻ ആ പുസ്തകം പൂർത്തിയാക്കിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ? എന്നിട്ട് ഏറ്റവും അവസാനം ചേട്ടൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമാണ് ബുക്കിന്റെ ആദ്യം ഞാൻ എഴുതിയത്, അനുഭവങ്ങളെ നന്ദി. ഈ അനുഭവങ്ങളൊക്കെ എന്തിനാ നിങ്ങൾക്ക് ദൈവം തരുന്നതെന്നറിയാമോ? ഈ അനുഭവങ്ങളൊക്കെയും നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാറാൻ വേണ്ടിയിട്ടാണ്. കടലിലെ തിരമാലകൾ ഒഴിഞ്ഞിട്ട് നമുക്കൊരിക്കലും കടലിലേക്ക് വള്ളം ഇറക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല. നിങ്ങൾ കടൽ കാണാൻ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. കടലിൽ പോകുമ്പോൾ ചില ആളുകൾ വള്ളമൊക്കെ എടുത്തിട്ട് പോണ കണ്ടിട്ടില്ലേ? അവര് ഈ തിരയൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് വള്ളം കൊണ്ടുപോകാം എന്നവർ ചിന്തിച്ചാൽ അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ കടലിലേക്ക് വള്ളം ഇറക്കി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ തിരമാലകളെ മുറിച്ച് ആ കടലിലേക്ക് വള്ളവുമായി പോകുമ്പോഴാണ് അവർ വള്ളം നിറച്ച് മീനുമായിട്ട് തിരിച്ച് അവർക്ക് വരാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതവും.
പ്രതിസന്ധികളും പ്രശ്നങ്ങളും അധ്യാപകരുടെ വഴക്കും അമ്മയുടെ ശാസനയും അച്ഛന്റെ പിണക്കങ്ങളും അല്ലെങ്കിൽ അച്ഛന്റെ വഴക്കും ആയിട്ടുള്ള പിണക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മള് എന്ത് ചെയ്യണം? നന്നായി പഠിക്കാൻ ശ്രമിക്കണം. നമ്മളെ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ആ കാര്യങ്ങളെല്ലാം പഠിച്ച് അതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും കൂടി വേണം. അല്ലെ? എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വ്യത്യസ്തരായ ആളുകളാണ്. പലർക്കും പലതരത്തിലുള്ള കഴിവുകളാണ്. ആ കഴിവുകളെല്ലാം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് അറിയണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ നോക്കിയിട്ടാവരുത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ. കാരണം തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് ചിലപ്പോ 50-ൽ 50 മാർക്ക് മേടിക്കാൻ കഴിവുണ്ടാകാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ 10 മാർക്കേ വാങ്ങാൻ കഴിയൂവെങ്കിൽ നാളെ അത് 15 അതിനെ 20 50 മാറ്റാൻ കഴിയുന്നിടത്താണ് നമ്മൾ അവരെ പരിശീലിപ്പിക്കുന്നതിൽ വിജയിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരുമായും താരതമ്യപ്പെടുത്താതെ നിങ്ങളുടെ കുഞ്ഞിന്റെ കഴിവ് എന്താണ് എന്ന് തിരിച്ചറിയുക.